ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ചില പ്രതിഷേധങ്ങളും സമരങ്ങളും അതിര് കടക്കുന്നതാണ് പതിവ്. പ്രത്യേകിച്ച് സ്വന്തം ജീവൻ അപകടത്തിലാക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രതിഷേധ സമരങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വയനാട്ടിൻ്റെ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് മുന്നിൽ അത്തരമൊരു ഒറ്റയാൾ പ്രതിഷേധം കണ്ടു. 14 ലക്ഷം രൂപ നിക്ഷേപിച്ച ബ്രഹ്മഗിരിയിലെ മുൻ ജീവനക്കാരൻ കൂടിയായ നൌഷാദാണ് പ്രതിഷേധവുമായി എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഒടുവിൽ വിവരമറിഞ്ഞെത്തിയ പോലീസ് നൌഷാദിൻ്റെ പക്കൽ നിന്ന് പെട്രോൾ ക്യാൻ പിടിച്ചു വാങ്ങി അയാളെ അനുനയിപ്പിക്കുകയായിരുന്നു. 14 ലക്ഷം രൂപ അവരുടെ അടുത്ത് കണ്ടിട്ട് പോയത് ഇനി പറ്റൂല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കളെ, ഇവിടുത്തെ മുഴുവൻ റിപ്പോർട്ട് നോക്കി കാക്കേലത് അഴിമതി നടത്തിയത്. CPMന്റെ നേതൃത്വത്തിലുള്ളതാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ള കൽപ്പറ്റ സ്വദേശിയും പാർട്ടി പ്രവർത്തകനുമായ നൌഷാദ് മാട്ടിലാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മീനങ്ങാടി പാതിരിപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് കയ്യിൽ ചെങ്കൊടിയും പെട്രോളുമായി എത്തിയായിരുന്നു ഭീഷണി. ഇവരെ കള്ളന്മാരായിട്ട് പാവപ്പെട്ട CPMകാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച കള്ളന്മാരാണ്. PK സുരേഷ്, കൃഷ്ണപ്രസാദ്, അങ്ങനെ ഒരു വൻ ടീമാണ് ഇവിടെ കക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഈ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ എന്നെ കട്ടത്. ഇനി ഇതാവൂല, ഒന്നുകിൽ എന്റെ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ 14 ലക്ഷം രൂപ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും പണത്തിന്റെ കാര്യം തീരുമാനമായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും നൌഷാദ് ഭീഷണി മുഴക്കി. വിവരമറിഞ്ഞെത്തിയ പോലീസ് നൌഷാദിന്റെ പക്കൽ നിന്നും പെട്രോൾ ക്യാൻ പിടിച്ചു വാങ്ങി. ബോർഡംഗങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന ഉറപ്പിന്മേലാണ് നൌഷാദ് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. നൌഷാദ് ഇന്ന് എന്റെ പണം വെക്കുന്ന പറഞ്ഞാൽ കൊടുക്കാനില്ലാത്ത പ്രശ്നമുള്ളൂ. മറ്റേത് ദിവസം ഞങ്ങൾ സഹിക്കാൻ വേണ്ടി തയ്യാറാണ്. നൌഷാദിനോട് ഈ സ്ഥാപനം നൌഷാദ് ജോലിയാണ് ആവശ്യപ്പെടുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് നൌഷാദിന് ജോലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നൌഷാദ് ഉൾപ്പെടെയുള്ള എല്ലാവരും ബാധ്യത തീർക്കാൻ വേണ്ടി. പക്ഷേ ഇന്ന് വെക്കണം നാളെ വെക്കണം എന്ന് പറഞ്ഞാൽ നൌഷാദിന് വലിയ കഷ്ടപ്പാടുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ നടുവിൽ ഇന്ന് പണം തരണം എന്ന് പറഞ്ഞാൽ നമുക്കത് ഇന്ന് കൊടുക്കാനില്ലല്ലോ. അതാണ് ഇതിന്റെ പ്രശ്നം. പലരിൽ നിന്നുമായി 100 കോടിയിലധികം രൂപ സൊസൈറ്റി നിക്ഷേപമായി സ്വീകരിച്ചിരുന്നു. ഇതിന് പലിശയും നിശ്ചയിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഫാക്ടറി പൂട്ടേണ്ടി വന്നതിനാൽ നിക്ഷേപകരുടെ മുതലും പലിശയും നൽകാൻ കഴിഞ്ഞില്ല. 3 വർഷമായി ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ്. നിരവധി ആളുകൾക്കാണ് പണം ലഭിക്കാനുള്ളത്. ഇവർ കൂട്ടായ്മ രൂപീകരിച്ച് പലതവണ സമരം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിക്ഷേപകർ വോട്ട് ബഹിഷ്കരിച്ചിരുന്നു. 14 ലക്ഷം രൂപ അവരുടെ അടുത്ത് കണ്ടിട്ട് പോയത് ഇനി പറ്റൂല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കളെ, ഇവിടുത്തെ മുഴുവൻ റിപ്പോർട്ട് നോക്കി കാക്കേലത് അഴിമതി നടത്തിയത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.